ചെങ്കളെ ഈ കോട്ട വെയിലിങ്ങനെ കൊള്ളുമ്പോൾ വെയിൽ കൊള്ളാത്ത എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ചാൽ മതിയെന്ന് സത്യമായിട്ട് ഇങ്ങനെ തോന്നുന്നു. എന്നെ കാണുന്ന ചെങ്കളെ നിങ്ങൾ എന്തെങ്കിലും കൈത്തൊഴിൽ പഠിക്കണമെങ്കിൽ വെയിൽ കൊള്ളാത്ത കൈത്തൊഴിൽ പഠിച്ചോളൂ. ഇവിടെ ഒരു കാക്കറ്റ പോകണം, എന്നാലേ എന്തിട്ടുള്ളൂ ഒരു തണൽ കിട്ടുള്ളൂ. സത്യമായിട്ടും പറയും, സത്യം വെയിലിങ്ങനെ കൊള്ളുമ്പോഴേ ഞാൻ ഇപ്പം ഇവിടെ വന്ന് നിൽക്കണ ഈ ഏസിൻ്റെ ഈ തണലിതാ, ഈ തണലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും നിമർത്തില്ല ചെങ്കളെ, സത്യം പറയാം. പക്ഷെ ഈ ചൂട് ഇങ്ങനെ കൊള്ളുമ്പോഴും ഒരു ആശ്വാസം, നമ്മളെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ചൂട് കൊള്ളണതെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ നിന്നുങ്ങാണ്ട് ഇങ്ങനെ ആലോചിക്കുന്നു, ഇവിടെ ഈ ചൂടല്ലേ ഉള്ളൂ. അപ്പം ഇവിടെ ഈ കിടക്കണവരെ ചൂട് എന്താ? ആ കിടക്കണവര് ഒരു ഖബർസ്ഥാനാണ്. ആ ഖബർസ്ഥാനിൽ കിടക്കണവരുടെ സ്ഥിതി എന്താ? നല്ലത് ചെയ്തവർക്ക് നല്ലതുണ്ടാവും അല്ലേ? അവർ എന്താ ചെയ്തിക്കണമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പഠിച്ചോനെ, ഒരുപാട് മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ പാപങ്ങൾ പുറത്തിട്ട് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ പഠിച്ചോൻ തൗഫീക്ക് ചെയ്യട്ടെ. ഇത്രപോലെ ആൾക്കാർ ചൂടും പുകയും കൊണ്ടുങ്ങാണ്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ ഇതൊന്നും ഒരു ചൂടല്ല. അപ്പം അതിങ്ങനെ പറഞ്ഞു തന്നപ്പോൾ എനിക്കിപ്പോൾ ചൂട് കുറച്ച് കുറവുള്ളതായി തോന്നി. സത്യമായിട്ടും അള്ളാഹു കാക്കട്ടെ. ഞാൻ കുട്ടികളോടൊക്കെ പറഞ്ഞു പഠിച്ചോളി എന്ന്. പക്ഷെ ഇപ്പോൾ ഈ കിടന്ന് വെയിൽ കൊള്ളുമ്പോഴും എൻ്റെ ബാക്കിയുള്ളവർക്കും ഇന്നെ കാത്തിട്ട് എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം മനസ്സിൽ ഇതില്ലാത്തവർ എത്ര പോലെ ആൾക്കാരുണ്ട് അല്ലേ? അള്ളാഹു കാക്കട്ടെ നമ്മളൊക്കെ അല്ലേ? ലേബർമാരായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ലേബർമാരായിട്ട് ഞാൻ 3 കൊല്ലം അനുഭവിച്ചതാണ്. 27 ആൾ റൂമിലും. അതാണെങ്കിൽ പെരും ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സ്ഥിതി ആലോചിക്കുമ്പോൾ മുച്ചനെ ഈ വെയിൽ കൊണ്ടാലും സ്വർഗത്തിലാണ്. കാരണം നമ്മൾ 12 മണി 1 മണി വരെ വെയിൽ കൊള്ളണുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാ പേരൻ്റെ ഔത്തായി. അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് അള്ളാഹു കാക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തെറ്റുകുറ്റങ്ങൾ പഠിച്ചും പുറത്തു കൊടുത്തിട്ട് അവരൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ തുടർന്ന് പറയാനുള്ള പേരെ കുറേ ഞാൻ ഹമീദ് കുറ്റൂർ.